ലോകത്തെ മാറ്റിമറിക്കുന്ന പുത്തൻ ടെക്നോളജികൾ, സിന്തറ്റിക് ഡെഡ് ബോഡികൾ, സെൽഫ് ഡ്രൈവിംഗ് ബസ്സുകൾ. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലാക്കുന്ന ധാരാളം കണ്ടുപിടുത്തങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. അതിൽ റോഡുകൾ ക്ലീൻ ചെയ്യാനുള്ള ഭീമൻ വാക്വം ക്ലീനറുകളുമുണ്ട്. ശരീരത്തിലെ രോഗാണുക്കളെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ജീവനുള്ള റോബോട്ടുകളുമുണ്ട്. സെൽഫ് ഡ്രൈവിംഗ് വണ്ടികൾ, സ്വയം നാവിഗേറ്റ് ചെയ്യുന്ന ഷൂസ്, എന്തിനധികം പറയുന്നു, മെഡിക്കൽ സ്റ്റുഡൻസിന് പഠിക്കാൻ വേണ്ടിയുള്ള സിന്തറ്റിക് ഡെഡ് ബോഡികൾ വരെയുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കും കാണണ്ടേ? എന്നാൽ പിന്നെ ഫാക്സ് മോജോ തുടങ്ങുകയായി. എന്നാ പോന്നോളൂ. നമ്പർ 10, ജീവനുള്ള റോബോട്ടുകൾ. ജീവനുള്ള റോബോട്ടുകളെ കാണണോ? റോബോട്ട് എന്ന് കേൾക്കുമ്പോഴേ ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു രൂപമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. എന്നാൽ സിനോപ്പസ് ലെവീസ് എന്ന ഇനം ആഫ്രിക്കൻ തവളകളുടെ ത്വക്കിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ശേഖരിക്കപ്പെട്ട സ്റ്റെം സെൽസിൽ നിന്നാണ് ബയോളജിക്കൽ മെഷീനുകൾ ഇവയെ നിർമ്മിച്ചിരിക്കുന്നത്. 2020 വെയർമൗണ്ട് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഈ സിനോ റോബോട്ടുകൾ സ്വയം ചലിക്കുന്നതിനും കൂട്ടമായി പ്രവർത്തിക്കുന്നതിനും സ്വയം ആരോഗ്യം വീണ്ടെടുക്കാനും സാധിക്കുന്നവയാണ്. ഇപ്പോഴിതാ ഏറ്റവും പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് ഇവയ്ക്ക് പ്രത്യുൽപാദനം നടത്താനും കഴിയുമെന്നാണ്. പക്ഷേ ഇത് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന വിധത്തിലുള്ള പ്രജനനമല്ല. അതായത് അവ ചുറ്റുമുള്ള ഒരു കൂട്ടം കോശങ്ങളെ അവയുടെ അതേ ഷേപ്പിലാക്കി കൂടുതൽ പുതിയ സിനോബോട്ടുകളെ ഉണ്ടാക്കുന്നു. നിലവിൽ ഇവയെ ജീവികളെന്ന് വിളിക്കണോ അതോ റോബോട്ടുകളെന്ന് വിളിക്കണോ എന്ന സംവാദത്തിലാണ് ശാസ്ത്രലോകം. ശരീരത്തിലെ ക്യാൻസർ സെല്ലുകളെ കണ്ടുപിടിക്കുന്നതിനുൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾക്ക് ഭാവിയിൽ ഈ സിനോ റോബോട്ടുകളെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇവയെ ജൈവ ആയുധങ്ങളായി ഉപയോഗിച്ചേക്കുമോ എന്ന ആശങ്കകൾ പങ്കുവയ്ക്കുന്നവരുമുണ്ട്. നമ്പർ 9, ഓർമ്മക്കുറവിന് പരിഹാരം. പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ഓർത്തു ചെയ്യാൻ കഴിയുന്നില്ലേ? സങ്കടപ്പെടേണ്ട കാര്യമില്ല. മറവിയും സ്വാഭാവികമാണ്. എന്നാൽ നിങ്ങളെ സഹായിക്കാനാണ് ഹ്യൂമൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്തുന്നത്. ഈ നിർമ്മിത ബുദ്ധി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഓർത്തെടുക്കുവാൻ സഹായിക്കും. ഇത് നിങ്ങളുടെ വ്യക്തിപരമായ ഓർമ്മകളെ കോപ്പി ചെയ്ത് സൂക്ഷിക്കും. കൃത്യസമയത്ത് അത് നിങ്ങളെ ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുവാൻ കഴിയും. ഈ പേഴ്സണൽ AI വഴി നിങ്ങൾക്ക് സ്വന്തം ഓർമ്മയിൽ നിന്നെന്ന പോലെ കാര്യങ്ങൾ ഓർത്തെടുക്കാം. അതായത് ഒരു മീറ്റിംഗിന്റെ സമയം, മറ്റൊരാളുമായുള്ള ചാറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലെ ഫീഡ് വിവരങ്ങൾ, അങ്ങനെ പലതും. പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുത്ത് എക്സാം എഴുതാൻ കൂടി ഇങ്ങനെയൊരു സംവിധാനം വേണമായിരുന്നല്ലേ? അപ്പൊ പിന്നെ ഈ കയ്യിൽ ഒരു തട്ട് തട്ടാൻ മറക്കണ്ട. നമ്പർ 8, 3D 4K ഡ്രീം ഗ്ലാസ്. നമ്മുടെ ഫോണിന്റെ സ്ക്രീന് എത്ര വേണമെങ്കിലും ശരി, ഒരു റിയൽ സ്ക്രീനിൽ കാണുന്നതിന്റെ സുഖം ലഭിക്കുമോ? എന്നാൽ ഒരു 45,000 രൂപയോളം ചിലവിട്ട് ഈ ഡ്രീം ബിഗ് ഗ്ലാസ് വാങ്ങിയാൽ നിങ്ങളുടെ ഫോണിലെ ഏതൊരു കണ്ടന്റും ഒരു 200 ഇഞ്ച് ഡിസ്പ്ലേയിൽ കാണുവാൻ കഴിയും. അതും 3D 4K ഫെസിലിറ്റിയോടുകൂടി. ഫോണിൽ നിന്നു മാത്രമല്ല, ഗെയിം കൺസോളിൽ നിന്നോ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡ്രോണിൽ നിന്നോ ഉള്ള ദൃശ്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഈ AR ഹെഡ്സെറ്റും സ്ക്രീനും ഉപയോഗിച്ച് വേറെ ലെവലായി എൻജോയ് ചെയ്യാം. ഇതിൽ ഓഗ്മെന്റഡ് റിയാലിറ്റി വഴി എക്സസൈസ് ചെയ്യുകയോ കൂട്ടുകാർക്കൊപ്പം ഗെയിം കളിക്കുകയോ സിനിമ കാണുകയോ ചെയ്യാം. നമ്പർ 7, സിട്രിയോൺ സ്കേറ്റ് സെൽഫ് ഡ്രൈവിംഗ് കാർ. വണ്ടിയൊക്കെ ഷെയറിട്ട് എടുക്കുന്ന കാലമൊക്കെ കഴിയാറായി. ഇത് കണ്ടോ? ദേ ഈ ഉരുണ്ടുവരുന്ന ഐറ്റം എന്താണെന്ന് എനി ഐഡിയ? ഇതാണ് സിട്രിയോൺ സ്കേറ്റ് എന്ന സെൽഫ് ഡ്രൈവിംഗ് ഇലക്ട്രിക് പ്ലാറ്റ്ഫോം. ഇതിൽ വ്യത്യസ്തമായ പോഡുകൾ ഉപയോഗിച്ച് വേറെ വേറെ വാഹനങ്ങളാക്കി മാറ്റാം. ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ നഗരങ്ങളിലെ തിരക്കും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കി സുഖകരമായ യാത്ര എല്ലാവർക്കും ഉറപ്പാക്കാനാണ്. അതിപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ വിട്ടുപോയെങ്കിൽ പുൾമാൻ സ്പോഡിലിരുന്ന് നല്ലൊരു കാർഡിയോ വർക്കൗട്ടും ചെയ്തു പോകാം. ഇതിലാണെങ്കിൽ സഞ്ചരിക്കുന്ന ആളിന്റെ സ്വകാര്യത സംരക്ഷിക്കപ്പെടുമെന്നുറപ്പ്. ഇനി ഈ സ്ലൈഡിംഗ് ഡോറോടുകൂടിയ ഈ ലക്ഷറി പോഡിലാണെങ്കിൽ 3 പേർക്ക് വരെ ലഗേജോടുകൂടി തന്നെ കയറാം. ഇനി ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായ സിറ്റി പ്രൊവൈഡർ പോഡുമുണ്ട്. നഗരത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് 5 പേർക്ക് വരെ ഇതിൽ യാത്ര ചെയ്യാം. കുട്ടികൾക്ക് ഇതാകും കൂടുതൽ ഇഷ്ടപ്പെടുക. സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ മണിക്കൂറിൽ 25 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ മാക്സിമം സ്പീഡ്. നിങ്ങൾക്കിതിലേതാണ് ഇഷ്ടപ്പെട്ടത്? കമന്റ് ചെയ്യൂ. നമ്പർ 6, ഡെഡ് ബോഡിക്ക് പകരം സിന്തറ്റിക് ബോഡി. മെഡിക്കൽ കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി മനുഷ്യ ശരീരം ഉപയോഗിക്കുന്ന രീതിക്ക് നൂറ്റാണ്ടുകളോളം പഴക്കമില്ലേ? മനുഷ്യ ശരീരം കേടുകൂടാതെ സംരക്ഷിച്ചു വെച്ച് അതുപയോഗിച്ച് പഠിക്കുന്നതിന് പകരമുള്ള മറ്റൊരുപാധിയാണ് ഈ കാണുന്ന സിൻഡേവർ സിന്തറ്റിക് പേഷ്യന്റ്. അതെ, ഇത് സിന്തറ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ശരീരമാണ്. ഇത് മനുഷ്യ ശരീരത്തിന്റെ തനിപ്പകർപ്പാണ്. തല മുതൽ കാൽവിരലുകളും ത്വക്ക്, അതിനിടയിലെ കൊഴുപ്പ്, ഇലാസ്തികതയുള്ള ടെൻഡനുകൾ, ലിഗമെന്റുകൾ, ഉറപ്പുള്ള എല്ലുകൾ, അവയ്ക്കുള്ളിലെ വ്യത്യസ്തമായ അവയവങ്ങൾ എന്നു തുടങ്ങി മനുഷ്യ ശരീരത്തിലുള്ളതെല്ലാം ഇതിലുണ്ട്. ഇതിലും ഹ്യൂമൻ ബോഡിയിലേതുപോലെ തന്നെ 85% ജലമാണ്. ബാക്കിയുള്ളത് വ്യത്യസ്തമായ ഫൈബറുകളും ജൈവ സംയുക്തങ്ങളുമാണ്. ഇവ വ്യത്യസ്ത റേഞ്ചിൽ ലഭ്യമാണ്.
അനങ്ങാത്ത ശരീരഭാഗങ്ങളോട് കൂടിയ സിൻഡേവറിനാണെങ്കിൽ 44 ലക്ഷത്തോളം രൂപ വരും. എന്നാൽ ഒരു മുറിവുണ്ടാകുമ്പോൾ സാധാരണ ഒരു ശരീരം എങ്ങനെയൊക്കെ പ്രതികരിക്കുമോ അങ്ങനെയെല്ലാം പ്രതികരിക്കുന്ന സിൻഡേവറുമുണ്ട്. അതായത് ഹൃദയമിടിപ്പ് കൂടുക, ബ്ലഡ് പ്രഷർ കൂടുക, ശ്വാസനിരക്ക് കൂടുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നേരിൽ കണ്ടു തന്നെ മനസ്സിലാക്കാൻ പറ്റും. വേണമെങ്കിൽ അവ ബ്ലീഡും ചെയ്യും. ഇതെല്ലാം ഒരു ടാബ് ഉപയോഗിച്ച് നിയന്ത്രിക്കുകയുമാകാം. ഇത്തരത്തിലുള്ള സിന്തറ്റിക് ബോഡിക്ക് 75 ലക്ഷം രൂപ വരെ വില വരും. നന്നായി സംരക്ഷിച്ചാൽ മനുഷ്യ ശവശരീരങ്ങളെക്കാൾ കൂടുതൽ കാലം നിലനിൽക്കുമത്രേ. ഇതും ഡെഡ് ബോഡികളെ പോലെ പ്രത്യേക ബാഗുകളിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ജൈവവസ്തുക്കൾ ഉൾപ്പെടുന്നതിനാൽ അവയിൽ ഫംഗസും ബാക്ടീരിയയും വളരാൻ സാധ്യതയുള്ളതിനാൽ ഉപയോഗിക്കുന്നവരും ശ്രദ്ധിക്കണം. ഇനി നിങ്ങളുടെ തന്നെ ഒരു ഇരട്ടയെ വെർച്വലായി സൃഷ്ടിച്ചാലോ? ഇതാണ് ക്യൂബയോ എന്ന സ്കാനർ. ഇത് ശരീരത്തെ വെറും 15 മിനിറ്റിനുള്ളിൽ പൂർണ്ണമായും ആഴത്തിൽ മനസ്സിലാക്കും. ഇതിന്റെ ഒരു 3D മോഡൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ കൂടുതൽ വിശദമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ രോഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനും സാധിക്കും. നമ്പർ 5. സിറ്റി ബസ്, ഭാവിയുടെ ബസ്. ഭാവിയിലെ ബസ്സുകളെല്ലാം ദേ ഇതുപോലെയായിരിക്കും. ഇതാണ് മെഴ്സിഡീസ് ബെൻസിന്റെ സിറ്റി പൈലറ്റ് എന്ന സെമി ഓട്ടോമേറ്റഡ് ബസ്. 2014 അവർ അവതരിപ്പിച്ച ഹൈവേ പൈലറ്റ് എന്ന ഓട്ടോണോമസ് ട്രക്കിന്റെ അതേ ടെക്നോളജിയാണ് ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫ്യൂച്ചർ ബസ്സിന് ട്രാഫിക് സിഗ്നലുകളെ സ്വയം തിരിച്ചറിയാനും അതനുസരിച്ച് മുന്നോട്ടു പോകാനുള്ള കഴിവുമുണ്ട്. മുന്നിലുള്ള തടസ്സങ്ങളെയും, പ്രത്യേകിച്ച് കാൽനട യാത്രക്കാരെ, ഈ ബസ് സ്റ്റോപ്പുകളിൽ കൃത്യമായി നിർത്തും. സ്വയം വാതിൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും. ഇതൊക്കെ എങ്ങനെയെന്നല്ലേ? ഇതിലുള്ള 1 ഡസനോളം ക്യാമറകൾ റോഡും ചുറ്റുപാടും സ്കാൻ ചെയ്യുന്നു. റഡാർ സിസ്റ്റം മുന്നോട്ടുള്ള വഴി നിരീക്ഷിക്കുന്നു. കൂടാതെ GPS സിസ്റ്റവും ഉണ്ട്. ഈ വിവരങ്ങളെല്ലാം ചേർത്ത് ഒരു ഡേറ്റ ക്രിയേറ്റ് ചെയ്ത് അതനുസരിച്ചാണ് ബസ് മുന്നോട്ടു പോകുന്നത്. ഡ്രൈവ് ചെയ്യുന്നതിൽ മാത്രമല്ല, ഇന്ധന ഉപയോഗം, ടയറിന്റെ തേയ്മാനം, യാത്രക്കാരുടെ സുരക്ഷിതത്വം എന്നീ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലെല്ലാം ഇത് ഒരു പടി മുന്നിലാണ്. തീർന്നില്ല, ഇതിന്റെ ഇന്റീരിയർ, എക്സ്റ്റീരിയർ ഡിസൈനും പാസഞ്ചർ ഫ്രണ്ട്ലി സീറ്റിംഗുമെല്ലാം ആരുടെയും മനസ്സ് കവരും. ടോപ്പ് സ്പീഡാകട്ടെ മണിക്കൂറിൽ 70 കിലോമീറ്ററാണ്. ബസ്സാണെങ്കിലും കിട്ടുന്നത് ഒരു ലക്ഷറി യാത്രയാണെങ്കിൽ ആരാണ് വേണ്ടാന്ന് പറയുക, അല്ലേ? നിങ്ങൾക്ക് നല്ല തകർപ്പൻ ഫാക്സ് ഇഷ്ടമാണോ? വിരൽ തുമ്പിലെത്തുന്ന തമാശകൾ ഇഷ്ടമാണോ? പിന്നെ എന്തിനു മടിച്ചു നിൽക്കണം? അടിക്ക് കിടാങ്ങളെ സബ്സ്ക്രിപ്ഷൻ. നമ്പർ 4. നാവിഗേറ്റിംഗ് ഷൂ. കാഴ്ച പരിമിതിയുള്ളവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഷൂസ് പരിചയപ്പെട്ടാലോ? ഇതാണ് ഇന്നോമേക്ക് എന്ന നാവിഗേഷൻ ഷൂസ്. ഇതിലുള്ള മുന്നറിയിപ്പ് സംവിധാനത്തിൽ ദൂരം അളക്കുന്നതിനും കാൽ ചലനങ്ങൾ കണ്ടെത്തുന്നതിനുമുള്ള സെൻസറുകൾ, മുന്നിലുള്ള തടസ്സങ്ങളെ തിരിച്ചറിഞ്ഞ് മുന്നറിയിപ്പ് കൊടുക്കാനുള്ള വൈബ്രേഷനും ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ്, അൾട്രാ ബ്രൈറ്റ് LED, ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ്, കൂടാതെ ഒരു സ്മാർട്ട് ഫോണിലേക്കുള്ള വയർലെസ് കണക്ഷൻ എന്നിവ ഉൾപ്പെടുന്നു. ഇവയെല്ലാം ബാറ്ററിക്കൊപ്പം ഷൂവിന്റെ മുൻവശത്ത് വെള്ളവും പൊടിയും കടക്കാത്ത ഒരു കേസിംഗിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. 4 മീറ്റർ മുന്നിൽ വരെയുള്ള വസ്തുക്കളെ തിരിച്ചറിയാനുമാകും. തടസ്സങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ ഇത് ഷൂസിൽ വൈബ്രേഷൻ ഉണ്ടാക്കുമെന്നതിനു പുറമെ LED ലൈറ്റിംഗ് ചെയ്യുകയും ഫോണുമായി കണക്ട് ചെയ്തിരുന്നാൽ സൗണ്ട് ഉണ്ടാക്കുകയും ചെയ്യും. ഓരോ പെയറിനും 2.5 ലക്ഷത്തിന് മുകളിലാണ് വില വരിക. നമ്പർ 3. ഇനി കാർവിംഗും ഈസി. പണ്ടാണെങ്കിൽ തടിയിലൊക്കെ കാർവിംഗ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ സ്കില്ല് തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് ദേ ഈ DJ6 പോലെയുള്ള എൻഗ്രേവിംഗ് മെഷീൻ ഉപയോഗിച്ച് ഇഷ്ടമുള്ളതെന്തും വരഞ്ഞെടുക്കാം. 13,000 രൂപയ്ക്ക് ലഭിക്കുന്ന ഈ അമേരിക്കൻ കമ്പനിയുടെ മെഷീനിൽ തടി, ഗ്ലാസ്, സെറാമിക്, പ്ലാസ്റ്റിക്, ലെതർ, മെറ്റലുകൾ, എന്തിനധികം പറയുന്നു, ഭക്ഷണത്തിൽ വരെ വ്യത്യസ്തമായ രീതിയിൽ കാർവ് ചെയ്യാം. ഒരു ആപ്പ് ഉപയോഗിച്ച് ഇഷ്ടമുള്ള ഇമേജസുകൾ ഇതിലേക്ക് ഇൻപോർട്ട് ചെയ്യാം. നമുക്കിഷ്ടമുള്ള പോലെ കസ്റ്റമൈസ് ചെയ്യാം. സ്വന്തം ഇടങ്ങളിൽ ഒരു കസ്റ്റമൈസ്ഡ് ലുക്ക് കൊടുക്കാൻ മാത്രമല്ല, ഇതൊരു നല്ല കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റിംഗ് ഓപ്ഷൻ കൂടി തരികയല്ലേ. നിങ്ങൾക്കിത് കിട്ടിയാൽ നിങ്ങൾ ആദ്യം എന്തായിരിക്കും കാർവ് ചെയ്യുക? നമ്പർ 2. മുട്ടുവേദനയ്ക്ക് ലേസർ ട്രീറ്റ്മെന്റ്. പ്രായമാകുമ്പോഴേക്കും ഒരുവിധം എല്ലാവരും മുട്ടുവേദന അനുഭവിക്കാറുണ്ട്. പക്ഷേ അതിനൊരു പരിഹാരമായിട്ടാണ് ദേ ഈ കാണുന്ന റിവൈവ് നീ പ്ലസ് എന്ന് വിളിപ്പേരുള്ള ഉപകരണം എത്തുന്നത്. ഇതിൽ ലേസർ കിരണങ്ങൾ ഉപയോഗിച്ച് ശരീരത്തിലെ രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്നതിനും കലകളിലേക്ക് കൂടുതൽ രക്തം എത്തിക്കുന്നതിനും നീർവീക്കം കുറയ്ക്കുന്നതിനും കഴിയുമത്രേ. നിലവിലുള്ള ലൈറ്റ് തെറാപ്പി ഡിവൈസുകളെ അപേക്ഷിച്ച് റിവൈവ് നീ പ്ലസ് ഉപയോഗിക്കാനും ചാർജ് ചെയ്യാനും എളുപ്പമാണ്. ഒരു വാച്ച് കെട്ടുന്നത് പോലെ സിമ്പിൾ. പ്രായമായവർക്ക് മാത്രമല്ല, കായിക താരങ്ങൾക്കും പ്രായഭേദമന്യേ ഇത് ഉപയോഗിക്കാം. കൊണ്ടു നടക്കുന്നതിന് എളുപ്പമാണെന്നതുപോലെ വീട്ടിലോ ഓഫീസിലോ എവിടെ വെച്ച് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാമെന്നതാണ് മറ്റൊരു നേട്ടം. നമ്പർ 1. റോഡ് ക്ലീൻ ചെയ്യാനൊരു ഓട്ടോമാറ്റിക് വാക്യൂം ക്ലീനർ. ദേ ഈ ഐറ്റം കണ്ടാൽ ഒരു ടോയ് കാറിന്റെ വലിയ രൂപമാണോ എന്ന് തോന്നാമെങ്കിലും സംഗതി അതല്ല. ഇത് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന വാക്യൂം ക്ലീനറിന്റെ വലിയേട്ടനായി വരും.
പൊതുനിരത്തുകൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏരിയകൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഫുള്ളി ഓട്ടോണോമസ് വാക്വം ക്ലീനറാണ് ഈ ട്രോംബിയ. നിലവിലുള്ള സക്ഷൻ ക്ലീനിങ്ങിനേക്കാൾ എളുപ്പത്തിലും കുറഞ്ഞ ചെലവിലും ഈ ട്രോംബിയ ഉപയോഗിക്കാം. ഏത് കാലാവസ്ഥയിലും ഇവ ഉപയോഗിക്കാമെന്നതാണ് മറ്റൊരു നേട്ടം. അത് വാക്വം ക്ലീനറുകൾ നമ്മുടെ വീടുകൾക്കുള്ളിൽ ചെയ്യുന്നത് എന്താണോ അത് ഈ റോബോട്ടുകൾ പൊതുനിരത്തുകളിൽ ചെയ്യും. മണിക്കൂറിൽ 8 കിലോമീറ്റർ വരെ വേഗതയുണ്ട്. വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഇവ സെൻസറുകളുടെ സഹായത്തോടുകൂടിയാണ് പൊടിപടലങ്ങളെ വലിച്ചെടുക്കുന്നത്. 2.13 മീറ്റർ വീതിയുള്ളതിനാൽ ഇതിന് വലിയൊരു ഏരിയ പെട്ടെന്ന് കവർ ചെയ്യാനും സാധിക്കുന്നു. ഇനി ചൂലൊക്കെ ഒന്ന് താഴെ വെച്ചിട്ട് ഈ ഐറ്റം ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നമ്മുടെ സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തുവാൻ ശാസ്ത്രലോകം എത്രത്തോളം മുൻപോട്ട് പോയിരിക്കുന്നുവെന്ന് കണ്ടില്ലേ? ഇന്നത്തെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ അടിപൊളി പുതുക്കാഴ്ചകളുമായി നമ്മൾ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.